கேம் விளையாடியதால் சிறுவனுக்கு ஏற்பட்ட விளைவு, பெற்றோர்களே உஷார். அதை பற்றிய செய்தி தொகுப்பை தற்போது பார்க்கலாம். ഒരു കുട്ടി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെ സ്ട്രെച്ചറിലാണുള്ളത്. അഡ്മിറ്റ് ചെയ്യപ്പെട്ട കുട്ടിയാണ്. ഇഞ്ചക്ഷൻ്റെ ഒക്കെ എന്താ പറയുക സംവിധാനങ്ങളൊക്കെ കയ്യിൽ ഉണ്ട്. പക്ഷേ ആ കുട്ടി അപ്പോഴും ഇങ്ങനെ വെടിവെക്കണ കൈകൊണ്ടിങ്ങനെ തോക്കായി പിടിച്ച് വെടിവെക്കുന്ന ഒരു ചിത്രമാണ് അതിലുള്ളത്. ഒരു റിയൽ വീഡിയോ ആണ് അത്. വേറെ എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ വീഡിയോസോ ഒന്നുമല്ല. 100% റിയലായിട്ടുള്ളൊരു ഇതാണ്. വാർത്താ ചാനൽ എൻ്റെ ഓഡിയോ നമ്മൾ പ്ലേ ചെയ്തത് അതുകൊണ്ടാണ്. കാരണം ഇങ്ങനെ ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോക്ക് താഴെ ഗെയിം കളിക്കുന്ന കുട്ടികളുടെ വമ്പൻ മറുപടികൾ കാണാം. വേറൊന്നും കൂടി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഇന്നലെ അത് പരിശോധിച്ചപ്പോൾ ഇൻസ്റ്റയിൽ അതിൻ്റെ താഴെ കുട്ടികൾ ഇങ്ങനെ ഓസ്കാർ കൊടുക്കേണ്ട അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ വളരെ റിയലായിട്ടുള്ള വീഡിയോകളെ അവർക്ക് ഗെയിം കളിക്കണം, അതുകൊണ്ട് അതിന് വൻ മറുപടികളൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് വളരെ റിയലായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന് വളരെ ശാസ്ത്രീയമായ ചില കാരണങ്ങൾ ഇതിനുണ്ട്. ഒരു തരം ഫാൻറ്റസിയിലേക്ക് കുട്ടികൾ മാറും. അങ്ങനെ തന്നെ ഒരു പേരൊക്കെ അതിനുണ്ട്, എന്തൊരു ഫാൻഡം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ടെർമിനോളജി ഉണ്ട്, അതെൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. അഥവാ നമ്മളിങ്ങനെ ഒരു ലോകത്ത് ജീവിക്കുന്നു, ചുറ്റും ജീവിക്കുന്ന ലോകത്ത് നമ്മളില്ല, എന്നാൽ നമ്മളുള്ളത് വേറൊരു പാരലൽ ലോകത്തായി പോവുക. തുടർച്ചയായ ഗെയിം കളിച്ചിട്ട് തലച്ചോറിന് സംഭവിക്കുന്നൊരു പ്രശ്നമാണിത്. ഇത് വേഗത്തിൽ മനസ്സിലാകുക എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന കുട്ടികൾ ക്രിക്കറ്റ് ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തും. ഉറക്കത്തിലും ഇരുത്തത്തിലും നടത്തത്തിലും ഒക്കെ ക്രിക്കറ്റ് മാത്രമായി പോകുന്ന, അല്ലെങ്കിൽ ഫുട്ബോൾ മാത്രമായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇവർ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണാം, ബോൾ ചെയ്യണമൊക്കെ കാണാം, ബാറ്റ് ചെയ്യണമൊക്കെ കാണാം. നമ്മൾക്കൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും നമ്മൾ പേഴ്സണലി വിലയിരുത്തുമ്പോൾ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു സീസൺ കഴിഞ്ഞു പോയിട്ടുണ്ട്. മച്ചിങ് എടുത്തിട്ടും കല്ലെടുത്തിട്ടും ഒക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു മരം കണ്ടാൽ സ്പിൻ ബോളി അവിടെ കുത്തിയിട്ട് എങ്ങനെയാണ് അങ്ങോട്ട് തെറിപ്പിക്കുക എന്നൊക്കെ ആലോചിക്കണം, അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ ഇതൊരു പാരലൽ ഇതാണ്. ഉമ്മാക്ക് സാറിന് പറയണം, ഉമ്മാക്ക് മത്തി കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ ബോൾ ചെയ്തിട്ട് കൊടുക്കുക. ഇതേ അവസ്ഥയിലേക്ക് ഗെയിം മാറുക എന്നുള്ളതാണ്. അപ്പം ഒരാളിങ്ങനെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഇത് ഡിജിറ്റൽ സാധനം ആയതുകൊണ്ടൊന്നുകൂടി തലച്ചോർക്ക് നന്നായിട്ട് കയറും. അപ്പം കുട്ടികൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു രോഗമായി രക്ഷിതാക്കൾ പരിഗണിക്കണം. അവനിപ്പോൾ ഒരു നോർമാലിറ്റിയിലായിരിക്കും പോണത്, പക്ഷെ അതാ ഒരു നോർമൽ കണ്ടീഷൻ എപ്പോൾ വേണമെങ്കിലും തെറ്റാം. അവനെന്തും വേണമെങ്കിൽ വരാം, ഏത് രീതിക്കും അവൻ പോകാം, അവൻ്റെ മെമ്മറിയെ ബാധിക്കാം. അഥവാ ഒരു കുട്ടി ഒരു ഗെയിം കളിക്കുമ്പോൾ ആ ഗെയിം കളിക്കുമ്പോൾ അവൻ സ്കോർ ചെയ്യണ പോയിൻസും അതേ ഗെയിം ഒരു 100ാമത്തെ വട്ടം കളിക്കുമ്പോൾ അല്ലെങ്കിൽ അതേ പ്ലാറ്റ്ഫോം കളിക്കുമ്പോൾ നേടുന്ന പോയിൻസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതൊരിക്കലും അവൻ്റെ വിരൽ അതിലേക്ക് പ്രാപ്തമായി വന്നതല്ല, മറിച്ച് ഈ ഗെയിമിൻ്റെ ഓരോ വഴികളും കൃത്യമായിട്ട് അവൻ്റെ തലച്ചോറിൽ അത് സ്റ്റോർ ചെയ്ത് പോവുകയാണ്. അങ്ങനെ സ്റ്റോർ ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ മെമ്മറി അവിടെയൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഗെയിം ഇങ്ങനെ തുടർച്ചയായി കളിക്കുന്ന ഒരു കുട്ടിക്ക് അതവൻ്റെ മെമ്മറിയെയും ഓർമ്മശക്തിയെയും പഠനത്തെയും ഒക്കെ ബാധിക്കും. അത് ഗെയിം മാത്രമൊന്നുമല്ല, റീൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റി കളിക്കണ മുതിർന്ന ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും തലച്ചോറിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായൊരു പ്രോസസ്സാണ്. ഒരു വീഡിയോ, അത് കഴിഞ്ഞ് അടുത്തത് അതിങ്ങനെ ആകുമ്പം തലച്ചോറിന് കൊടുക്കുന്ന ഭയങ്കര ഹെവി ലോഡുണ്ട്. തലച്ചോറ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മുന്നിലുള്ള സാധനം, അപ്പോൾ എൻ്റെ മുമ്പിൽ ഇവിടെ പീസ് റേഡിയോ എന്ന് എഴുതിയ കപ്പ് ഇരിക്കുന്നുണ്ട്. ഈ കപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണ കണ്ണൊന്നുമല്ല, ഇതിൽ നിന്നുള്ള മെസ്സേജ് തലച്ചോറിൽ ചെന്ന് തലച്ചോറാണ് എന്ത് ചെയ്യണത്, അത് ഇന്നതാണെന്ന് വേർതിരിച്ച് തരുന്നത്. അപ്പോൾ എന്തിനും ഒരു പരിധിയുണ്ട് മനുഷ്യൻ്റെ കഴിവുകൾക്ക്. കാഴ്ചക്കുണ്ട്, കേൾവിക്കുണ്ട്, വെയിറ്റ് എടുക്കണതിലുണ്ട്, നടക്കാനുള്ള കാലിൻ്റെ ശക്തിയിൽ പരിമിതിയുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ സാധനങ്ങളെ എന്താണെന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന തലച്ചോറിൻ്റെ സിസ്റ്റത്തിനും എന്തുണ്ട്, ഒരു കാലാവധി, ഒരു അവധിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിയൊക്കെ ഉണ്ട്. ആ പരിധിക്കപ്പുറം വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ടയേർഡാകും, അത് വേറൊരു രീതിയിലേക്ക് മാറും. അതുകൊണ്ട് മക്കൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കുന്ന കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫോൺ പിടിച്ചു വാങ്ങൽ മാത്രമല്ല, ആദ്യം അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ ഈ ഒരു മെൻറ്റാലിറ്റിയെ ഡീകോഡ് ചെയ്യുക എന്ന് പറയും. അതിനെ നമ്മൾ ആ ഒരു മാനസിക നിലയെ
ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം അവരെ കൊണ്ട് ഫോൺ വെപ്പിക്കുന്നിടത്തേക്ക് എത്തണം. അതിന് വളരെ ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് ഫോണ് കൊടുക്കാതെയും കൊടുക്കേണ്ട പ്രായത്തിൽ നിയന്ത്രിച്ചൊക്കെ കുട്ടികൾ എന്താണോ ഉപയോഗിക്കേണ്ടത്, വാട്സാപ്പിൽ ടീച്ചർ പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റുകൾ ഇട്ടിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ വാട്സാപ്പ് മാത്രമേ അവർക്ക് തുറക്കാൻ കിട്ടാൻ പാടുള്ളൂ, വേറൊന്നും തുറക്കാൻ കിട്ടാൻ പാടില്ല. അടുത്തത് തുറക്കാൻ കിട്ടണമെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മ എന്ത് ചെയ്യണം, ഓപ്പണാക്കി കൊടുക്കണം. അത് ഇടയ്ക്ക് പോയി പരിശോധിച്ച് പബ്ലിക് സ്ഥലത്തിരുന്ന് മാത്രമേ ഫോൺ ഉപയോഗിക്കാവൂ എന്ന് തീരുമാനിക്കണം. പബ്ലിക് സ്ഥലത്തുനിന്ന് പോയാൽ നിൻ്റെ ഫോൺ വാങ്ങി വെക്കും. അതെ, കുട്ടികൾക്ക് തന്നെ ഫോൺ വാങ്ങിക്കൊടുക്കുന്നവരുണ്ടാകും. കുട്ടികൾക്ക് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര സത്യസന്ധനായ കുട്ടിയാണെങ്കിലും, ഏത് വലിയ പുലിയാണ് അവൻ്റെ വാപ്പയെങ്കിലും, എന്ത് ഇൻ്റലിജൻ്റ് ആണെങ്കിലും, ശുദ്ധമായ അസംബന്ധമാണ് കുട്ടികൾക്കൊരു നിശ്ചിത പ്രായം കഴിഞ്ഞതിൻ്റെ മുമ്പ് ഫോൺ വാങ്ങിക്കൊടുക്കൽ എന്ന് വളരെ കണിശമായിട്ട് നമ്മൾ പറയും. നമ്മളെ കുട്ടി ഭയങ്കര കുട്ടിയാണ്, ഇതൊക്കെ പരിശോധിച്ചെത്തുമ്പോൾ കാണാം കുട്ടി എന്തൊക്കെയാണ് അതുകൊണ്ട് ചെയ്യണത് എന്ന്. ഇപ്പം സെർച്ച് ഹിസ്റ്ററിയാണ് മൂപ്പർ നോക്കുക. സെർച്ച് ഹിസ്റ്ററി നോക്കാതെ കുട്ടിക്ക് സെർച്ച് ചെയ്യാൻ കഴിയുമെന്ന് അറിയാത്ത എഞ്ചിനീയർ മോനെ പറ്റി പറഞ്ഞ എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞത് എനിക്കറിയാം. അയാൾ ഭയങ്കര എഞ്ചിനീയറാണ്, ഭയങ്കര സംഭവമാണ്. അയാൾ എന്താണ്, കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കുക അല്ല വേണ്ടത്, കുട്ടികളെ നമ്മൾ വേറെന്തൊരു വേർഡൊക്കെ പറഞ്ഞു ഭയങ്കര തിയറിയൊക്കെ പറയുന്ന ആളാണ്. പക്ഷേ നല്ല പണി കിട്ടിയപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഈ നിങ്ങളുടെ രക്ഷിതാവ്, എനിക്ക് കുട്ടികളോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ രക്ഷിതാവ് നിയന്ത്രിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം വരുത്തുന്നുണ്ട്, നിശ്ചിത സമയം നിശ്ചയിക്കുന്നുണ്ട്, ഇന്ന ആപ്പുകൾ മാത്രമേ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഗെയിം ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം ഇങ്ങനൊരു അസുഖം വന്ന് അബോധാവസ്ഥയിലായി പിന്നെ ആ സമയത്ത് പോലും കൈകൊണ്ട് വെടിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയില്ലല്ലോ എന്ന് സന്തോഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നല്ല ഗെയിം കളിക്കുന്ന ഏതെങ്കിലും ആളുകൾ സ്ട്രീം ചെയ്യുമ്പോൾ അവർ ലെവലുകൾ പെട്ടെന്ന് മുന്നോട്ട് പോകുമ്പോൾ അവരെന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് വിചാരിക്കല്ല. ഗെയിമിനെക്കുറിച്ച് കുറേ സംസാരിക്കുമ്പോൾ, പുതിയ ഗെയിമുകളെ പറ്റി നല്ല വർത്തമാനങ്ങൾ പറയുമ്പോൾ ആ വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾ വലിയ ആളുകളാണ് എന്ന് ചിന്തിക്കല്ല വേണ്ടത്. അവരൊക്കെ ഈ വിവരമില്ലാത്ത, ഈ ലോകത്തെ യഥാർത്ഥ കാഴ്ചകൾ കാണാത്ത, വേറെ ഏതൊക്കെയോ ലോകത്തെ കാഴ്ചകൾ കണ്ടിടക്കണ ഒരു ബോധമില്ലാത്ത, വിവരമില്ലാത്ത ആളുകളാണ്. ഞാൻ അതൊന്നൊക്കെ ഒഴിവായി ഇൻ്റലിജൻ്റായി നടക്കണ മനുഷ്യനാണ് എന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത്. ചില കുട്ടികളൊക്കെ ഗെയിമുകളെ പറ്റി അവൻ പറയുമ്പോൾ അതെനിക്കറിയില്ലല്ലോ, ആ ഗെയിം എനിക്കറിയില്ലല്ലോ. ചില ആളുകൾക്ക് പുതിയ ഗെയിമിൻ്റെ ലെവലുകൾ അത് പിന്നെ അച്ചീവ് ചെയ്യാൻ, അത് നേടിയെടുക്കാനുള്ള ചില പ്രത്യേക ടൂളുകൾ കിട്ടാനൊക്കെയുള്ള കോഡുകൾ അറിയാം. ആ കോഡുകൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ചിലർക്ക് അത് അറിയില്ല. അപ്പോൾ അറിയണോല് വലിയ എന്തോ സംഭവമാണ്. അപ്പോൾ ഓൻ ആ ലെവലെത്തിയത് എങ്ങനെയാണെന്നറിയോ, അത് ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ വലിയ ആളുകളും അറിയാത്തോലൊരു വിവരമില്ലാത്തവരാണെന്ന് ചിന്തിക്കേണ്ട. നമ്മളതിൽ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കുക, നമ്മൾ നല്ല ഉഷാറായിട്ട് ജീവിക്കുക. നമുക്ക് ലോകം കണ്ട് ജീവിതം ആസ്വദിച്ച് നമ്മൾ അടിപൊളിയായിട്ട് പോവുകയാണ്. അവൻ ഈ ഗെയിമിൽ കുടുങ്ങി ഇനിയൊരു വലിയ ദുരന്തത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ മുമ്പ് നമ്മളതിന് രക്ഷപ്പെട്ടു എന്ന് സമാധാനിക്കുകയാണ് വേണ്ടത്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളിപ്പം അബ്ദുറഹ്മാൻ പറഞ്ഞല്ലോ, ഇന്ന ഗെയിം, ഇന്ന ലെവല്, ഇതൊക്കെ അറിയാമെന്ന് പറയുന്നതിനെ നിങ്ങൾ മധ്യവുമായി എടുത്തിട്ട് ഇന്ന ബ്രാൻഡ് അതറിയാം എന്നുള്ളിടത്തേക്ക് എടുത്തോളൂ ധൈര്യമായിട്ട്. അത്ര ധൈര്യമായി നമുക്ക് ഈ വിഷയം പറയാൻ കഴിയും. ഇതൊക്കെ കുട്ടികൾ പൊതുവെ നന്നായിട്ട് ട്രോളും. അതെ, ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഒരു പയ്യനെടുത്ത് ട്രോൾ ചെയ്ത് കണ്ടതാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ഏതാണെന്ന് അന്വേഷിച്ച ആളുകളൊക്കെ അതിലേക്ക് വന്നു. ആരോ 1-2 ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആ ട്രോൾ വീഡിയോ കണ്ടപ്പോൾ എന്നാൽ ശരിക്കും അതൊന്ന് കാണണമല്ലോ എന്നുള്ള ആൾക്കാണ് വന്നതെന്നാണ്. അപ്പോൾ ആ വീഡിയോ ചെയ്ത പയ്യനോടൊരു പ്രത്യേക താങ്ക്സ് പറയാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ഞാൻ കണ്ടൊരു ട്രോൾ അതാണ്. കാണാത്ത ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ ഒരു വീഡിയോ കൂടി കൂട്ടത്തിൽ കൊണ്ടുവരികയാണ്. ഇതെന്താണ് എന്ന് ഒരു പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ ഓഡിയോയിലൂടെ മാത്രം കഴിയില്ല. ഒരു കുട്ടി അവനിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഗെയിം അവൻ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകാതെ വരുമ്പോൾ അവൻ അസ്വസ്ഥനാവാണ്. അവൻ ഫിക്സിലേക്ക് പോകുന്നു, പെട്ടെന്ന് ഫിക്സിലേക്ക് പോകുന്നു. അടുത്തുറങ്ങുന്ന അവൻ്റെ പാരൻ്റ് ചാടി എണീറ്റ് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രംഗാണ്. അപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് ഈ വീഡിയോൻ്റെ താഴെ കുട്ടികൾ കമൻറ്റ് ചെയ്തതിന് ഓസ്കാർ കൊടുക്കണം, ഇത് അഭിനയമാണെന്നൊക്കെയാണ്. അഭിനയം തന്നെ ആയിക്കോട്ടെ എന്നാ അങ്ങനെ വെറുതെ പറഞ്ഞു നോക്കുക. ഇത് അഭിനയമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഗെയിമിൻ്റെ ആധിക്യമുള്ള ഒരാൾക്ക് ഉണ്ടാവുകയില്ലെന്ന് പറയാൻ ഇവരെടുത്തൊരു ന്യായമല്ല. എന്തെല്ലാമോ നീണ്ട മണിക്കൂറുകൾ കളിച്ച് ഹൃദയാഘാതം വന്ന് മരിച്ചതിൻ്റെ വാർത്തകളുണ്ട്. അപ്പോൾ ഇതൊരു CCTV
ഫുട്ടേജ് ആണെന്നുള്ളത് ഭയങ്കര ക്ലിയറാണ്. ആ വീഡിയോ കണ്ടാൽ തന്നെ വളരെ ക്ലിയറാണ്. അപ്പോൾ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഗെയിമിംഗ് ഏതെങ്കിലും നിലക്കുള്ള ദോഷമല്ലാതെ ഗുണപരമായ ഒന്നും നൽകുന്നില്ല എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കുട്ടികൾ മാത്രമൊന്നുമല്ല, മുതിർന്നവരൊക്കെ ഗെയിമിങ്ങിലുണ്ട്. മുതിർന്നവരുണ്ട്, ഭയങ്കര ദീനി ബോധ്യമുള്ളവരുണ്ട്. അതത്ര വലിയൊരു പ്രശ്നമല്ല എന്നുള്ള നിലക്കാണ്. അത് മുമ്പൊരാൾ പറഞ്ഞു, ഞാൻ 10-20 വർഷമായിട്ട് മദ്യപിക്കുന്നുണ്ട്, ഞാനൊരു അഡിക്റ്റ് അല്ല എന്ന് പറഞ്ഞ ഒരു കഥ ആരോ പറയലുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറയുന്ന കാര്യം. കൈവിട്ടു പോകുക ഏത് പോയിന്റിലാണെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ചിലപ്പോൾ വളരെ നോർമലി കളിച്ചു പോകുന്ന ആളുണ്ടാവും, നല്ലോണം വെള്ളം അടിച്ചിട്ട് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ കാണാറുണ്ട്. അതുകൊണ്ട് മദ്യം ആയിക്കൊള്ളുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ റൂട്ട് തെറ്റാം. അയാളൊരു കൊലപാതകിയാകാം, അയാൾ ആത്മഹത്യയിലേക്ക് പോകാം, അയാൾക്ക് ഹൃദയാഘാതം വരാം, അയാൾ മാനസിക നില വിടാം, അയാൾ ഗെയിമിൻ്റെ അങ്ങേയറ്റത്ത് അയാളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയുടെ ടാസ്കുകൾക്കനുസരിച്ച് പലതുമാകാം. അതൊക്കെ നമ്മുടെ മുന്നിലെ പച്ചയായ കാഴ്ചകളാണ്. അതുകൊണ്ട് അപകടത്തിൻ്റെ ഈ നൂൽപ്പാലങ്ങൾ നടക്കുന്ന ആണും പെണ്ണും കുട്ടിയുമൊക്കെ ഗൗരവത്തിൽ ഈ വിഷയം പരിശോധനാ വിധേയമാക്കണമെന്നാണ് ഇന്നത്തെ ചിന്തയിൽ നമുക്ക് ഉയർത്താനുള്ള ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഗെയിം കൊണ്ട് യാതൊരു ഗുണമില്ല എന്ന വാചകം ചിലപ്പോൾ തെറ്റായിരിക്കും. ഗെയിം കൊണ്ട് ഗുണം കിട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ഗെയിം ഉണ്ടാക്കിയ ആളുകൾ, അത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അത് സബ്സ്ക്രിപ്ഷന് വേണ്ടി പണം വാങ്ങുന്ന ആളുകൾ, അത് കളിച്ച് സ്ട്രീം ചെയ്ത് അത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് അതിലൂടെ പണം വരുന്ന ആളുകൾ, അവർക്കൊക്കെ അതുകൊണ്ട് നല്ല ലാഭമുണ്ട്. ഇത് കണ്ടിരിക്കണ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണമില്ല എന്ന് മാത്രമല്ല, ഒരുപാട് നഷ്ടങ്ങൾ അതുകൊണ്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ശാരീരിക പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്. ഈ മാനസിക പ്രശ്നങ്ങളും ശാരീരിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ അടുത്ത ചോദ്യം അതാണ്, എന്ത് അങ്ങനെ ശാരീരിക പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം, മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം, അത് എൻ്റെ പ്രശ്നമല്ലേ, എന്നെ ബാധിക്കുന്നതല്ലേ എന്നൊരു ചോദ്യം. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ മദ്യം കഴിച്ച് ഞാൻ നശിച്ചു പോയിക്കോട്ടെ, ലഹരി ഉപയോഗിച്ച് ഞാൻ ചത്തുപോയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആളുകളോട് അവരോട് നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല. ഓല കാര്യം വേറെയാണ്, അത് ഒരു കേസ് വേറെയാണ്. അപ്പോൾ അതിന് ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചാൽ മതിയാവില്ല. ആ ചോദിക്കുന്ന ആളോട് നമുക്ക് പറയാനുള്ള മറുപടി അതാണ്. മനസ്സിലായില്ലേ? അത് ഒരു നോർമൽ കേസല്ല, അത് സെല്ലിൻ്റെ ഉള്ളിൽ കയറ്റേണ്ട ടൈപ്പാണ്. അപ്പോൾ സെല്ല് ലഭ്യമാകുന്ന ഹോസ്പിറ്റലിൽ മാത്രം പോകണം എന്നവരോട് പ്രത്യേകം നിർദ്ദേശിക്കുകയാണ്.